പ്രിയ ദൈവജനമേ, പുതിയ വർഷം ഒരു പുതിയ തുടക്കമാണ്. മനുഷ്യൻ പുതുതാക്കപ്പെടുന്ന അനുഭവത്തിലൂടെയാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു എന്ന് 2 കൊരിന്ത്യർ 5:17 നാം വായിക്കുന്നു. പക്ഷേ മനുഷ്യൻ എപ്പോഴും പഴയതായിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഹരിതാപ വാർന്നു പോകുന്ന അവസ്ഥ. ഒരു റോസാപ്പൂവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന മനുഷ്യന് കുറെ കഴിയുമ്പോൾ അതിലെ സൗന്ദര്യം നഷ്ടപ്പെട്ടതായി തോന്നുന്നു. ഒരിളം കാറ്റ് ആദ്യം കുളിർമയായി അനുഭവപ്പെടുന്ന മനുഷ്യന് തെല്ല് കഴിയുമ്പോൾ അതൊരു മരവിപ്പായി മാറുന്നു. മനുഷ്യബന്ധങ്ങളിലും ഇതുതന്നെയാണ് സംഭവിക്കുക. എത്ര നല്ല രീതിയിൽ തുടങ്ങിയാലും കുറെ കഴിയുമ്പോൾ പഴയതാകുന്നു, മടുപ്പുളവാകുന്നു. ഇവിടെയാണ് എന്നും പുതുക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയരുന്നത്. പുതുക്കുക ഈ പ്രക്രിയ മനുഷ്യന് തനിയെ പറ്റില്ല. ഇത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം നമ്മെ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം എല്ലാം പുതുതാക്കുന്നു. ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു എന്ന് വെളിപാടിൻ്റെ 21:5 നാം വായിക്കുന്നു. ദൈവം എങ്ങനെയാണ് പുതുക്കി പണിയുന്നത്? ദൈവം പറയുന്നു, ദാഹിക്കുന്നവന് ഞാൻ ജീവൻ്റെ ജലം നൽകും. ഈ ജലം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് നവീകരിക്കപ്പെടുന്ന പ്രക്രിയ നമ്മിൽ ഓരോരുത്തരും നടക്കുക. അതാണ് സങ്കീർത്തനം പറയുന്നതും, കർത്താവേ, നിൻ്റെ ആത്മാവിനെ അയക്കണമേ, ഈ പ്രപഞ്ചം പുതുതായി സൂക്ഷിക്കണമേ. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ചിന്തകളും ചിന്താധാരകളും മെനയപ്പെടുന്നതും ദുഃഖവും വേദനയും കുടികൊള്ളുന്നതും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലാണ്. വ്യക്തിത്വത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവാണത്. ഇവിടേക്കാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നിറയുന്നത്. പുതിയ ഹൃദയം ലഭിക്കുമ്പോഴൊക്കെയും പുതുതായി കാണാനും അനുഭവിക്കാനും കഴിയും. ബന്ധങ്ങളൊക്കെ പുതുതാകുകയും ചെയ്യും. അങ്ങനെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനം മനുഷ്യ ഹൃദയങ്ങളിലാണ് ആരംഭിക്കുന്നത്. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു എന്ന് സങ്കീർത്തനം 104:30 നാം വായിക്കുന്നു. ഈ പുതുവത്സരത്തിൽ പഴയത് കടന്നുപോയി എന്ന് ഉറപ്പിക്കുകയും പുതിയത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വാഗ്ദാനം കേൾക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.